സ്ത്രീജനത്തിന് വനവാസം യോജ്യമല്ല. അവിടെ മാംസഭോജികളും നരഭോജികളും നാഗങ്ങളും ധാരാളം ഉണ്ട്. ഇടതിങ്ങിയ മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ ഇവകൾക്കിടയിലൂടെ സ്ത്രീജനത്തിനു സഞ്ചരിക്കാനും മറ്റും യോഗ്യമല്ല. എരിവും പുളിയും ചവർപ്പുമുള്ള കിഴങ്ങുകളും കായ്കളും മാത്രമേ വനപ്രദേശത്തു ഭുജിക്കാൻ കിട്ടുകയുള്ളൂ. ഉയർന്നതും താഴ്ന്നതും കല്ലും മുള്ളും നിറഞ്ഞതും സഹിക്കാൻ പറ്റാത്ത തണുപ്പും ചൂടും കാനനവാസത്തിൻ്റെ ക്ലേശങ്ങൾ ഏറെയാണ്. മാതാവിനെ ശുശ്രൂഷിച്ച് രാജധാനിയിൽ സുഖമായി വസിക്കാൻ ശ്രീരാമൻ ഉപദേശിക്കുന്നു. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോടു ചൊല്ലിടിനാൻ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോര സിംഹവ്യാഘ്ര സൂകര സൈരിഭ വാരണവ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമോട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലബലങ്ങൾ കട്വമ്ലകഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മലവ്യഞ്ജന പൂപാന പാനാദി സന്മധുക്ഷീരങ്ങളില്ലൊരു നേരവും. നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും. നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാൺമാനും ഇല്ലറിഞ്ഞിടുവാൻ. ശീതവാതാതപ പീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കുമറികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാലതീനുടൻ ഇല്ലൊരു സംശയം.